ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കുന്നവർ, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, അവർ ഒരുപാട് പേര് ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലും വേദനയിലും വിഷമത്തിലും പ്രയാസത്തിലും അങ്ങനെ ഒരുപാട് ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിലേക്ക് ഈ ദുഃഖകരമായ അവസ്ഥ അല്ലെങ്കിൽ പ്രയാസകരമായ അവസ്ഥ നിങ്ങളിലേക്ക് വന്നത് ആര് കാരണം കൊണ്ടാ? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം കൊണ്ട് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ, അവരാണ് നിങ്ങളുടെ ലോകം, അവരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല, അവർ പറയണത് കേൾക്കും, അവരുടെ കൂടെ നടക്കും, എന്തും അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു, നശിപ്പിച്ചു. ഇപ്പൊ അവര് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയപ്പോൾ നിങ്ങളിരുന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നത്? അവർക്ക് നിങ്ങളെ വേണ്ട എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവരെ വേണോ? വേണ്ടല്ലോ. നിങ്ങളല്ലല്ലോ തെറ്റ് ചെയ്തത്, അവരല്ലേ. നിങ്ങളെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും. നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം നിങ്ങൾ നല്ലവരാണ്. അവർക്കാണ് ആത്മാർത്ഥതയില്ലാതെ നിങ്ങളുടെ കൂടെ നടന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം മോഹിച്ചാവാം, ചിലപ്പോൾ നിങ്ങളുടെ വേറെ എന്തെങ്കിലും മോഹിച്ചാവാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നടന്ന് അവർ നിങ്ങളെ പറ്റിച്ചു, അവർ പോയി. ഇനി അവരെക്കുറിച്ച് ഓർത്ത് വേദനിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം നിങ്ങളിങ്ങനെ നശിഞ്ഞ് ജീവിക്കുന്നത് കാണിച്ചല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. പുഞ്ചിരിക്കണം. ഇന്നത്തെ ചിരി ഇന്നത്തെ കണ്ണീര് നാളത്തെ പുഞ്ചിരിയായി മാറണം. അതിന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളില്ലേ? ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ആ കഴിവുകളൊക്കെ നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. ജോലിയിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കരഞ്ഞിരിക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ജോലിയിലേക്ക് ശ്രദ്ധിക്കൂ. ജോലിയിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വഴികളിലൂടെ നിങ്ങൾ പോയി അവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ പറയണത്. കരച്ചിൽ മതിയാക്ക്. എന്തിനാ ഇങ്ങനെ കരയണത്?